What does true success mean to you? ഞാനൊരു കാര്യം ചെയ്തു കഴിയുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ഉള്ളിലൊരു സന്തോഷം വരുമല്ലോ. ഓക്കെ ശില്പ, അത് അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു, നീ അത് ചെയ്തു. കരയിച്ചോണ്ടാണേലും അത് സക്സസ് ആണോ? ഒരിക്കലും അല്ല. ഒരാളെ കരയിച്ചുകൊണ്ട് നേടുന്ന സക്സസിന് ഒരിക്കലും ഞാൻ അത്ര സന്തോഷിക്കില്ല മാം. ജി അത് പറഞ്ഞില്ല. എന്തോ സാർ? അല്ല എന്തോ മാം? ജി അത് പറഞ്ഞില്ല. ശില്പ അത് പറഞ്ഞില്ല. സോറി, ഞാൻ പേര് ശില്പ എന്നെ പറഞ്ഞു എന്റെ മനസ്സിന് അതെ, എന്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ ഒരിക്കലും വേറെ ആളെ കരയിപ്പിച്ചുകൊണ്ട് നേടുന്ന ഒരു സക്സസിന് ഞാൻ ശില്പ ഗുഡ് ജോബ് എന്ന് ഒരിക്കലും പറയില്ല മാം. എനിക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ഒരു ഇന്റർവ്യൂ സിനാരിയോയിൽ സപ്പോസ് ഇഫ് യു ആർ ദ പേഴ്സൺ ടു ബി സെലക്ടഡ്, ബട്ട് വേറൊരു ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാൾ ആ പൊസിഷനിൽ ഉണ്ടെങ്കിൽ വാട്ട് വുഡ് ബി യുവർ സ്റ്റാൻഡ്? വേറൊരാൾ മിസ് അഷ്വർ ആയാലോ? ഇത് മിസ് അഷ്വറിന്റെ അല്ല, ഒരു ജോബ് സിനാരിയോ. യു ആർ അറ്റൻഡിങ് ആൻ ഇന്റർവ്യൂ, യു ആർ സെലക്ടഡ് ഓർ ദർ ആർ 2 ഫൈനലിസ്റ്റ്, പക്ഷെ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാളുണ്ട്, യു ഹാവ് എ ബെറ്റർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ജോബ് സംവെയർ എൽസ്. വാട്ട് വുഡ് ബി യുവർ ഡിസിഷൻ ടു സപ്പോർട്ട് ദാറ്റ് പേഴ്സൺ ഓർ നോട്ട്? Of course I'll support him sir, because ഇപ്പം എന്നെക്കാളും ഡിസേർവിംഗ് ആണ് എന്നാണ് സാർ പറഞ്ഞത്. അപ്പോൾ ഞാൻ അടുത്ത ടൈമിൽ ഈക്വലി ഡിസേർവിംഗ് ഫൈൻ. പക്ഷേ ഇപ്പോൾ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന ആൾക്കാരുടെ വേറെ ക്രൈറ്റീരിയ ആയിരിക്കും ജഡ്ജ്മെന്റലിന്. ഞാൻ വിചാരിക്കുന്ന ക്രൈറ്റീരിയ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് ഒരു ചാൻസും കൂടെ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, എന്നെ തന്നെ ഇംപ്രൂവ് ചെയ്യാനുള്ളൊരു ചാൻസും കൂടെ കിട്ടിയിരിക്കുകയാണ്. അതൊരു ഫെയിലിയർ ആയിട്ട് ഞാൻ ഒരിക്കലും കാണില്ല. ഷുവർ മാം, ബിക്കോസ് എനിക്ക് പിന്നെയും ഒരു വേദി കിട്ടുകയാണ്, പിന്നെയും എന്റെ തെറ്റുകൾ തിരുത്താനൊരു അവസരം കൂടെയാണ്. നല്ല ഉത്തരങ്ങൾ, താങ്ക് യു. വളരെ ജനറസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ശില്പ കുറച്ച് ഫേക്ക് ആണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ ശില്പ അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? ഫേക്ക് അല്ല എന്ന് തന്നെ ഞാൻ പറയും. അതെന്താ ശില്പ അങ്ങനെ പറയുന്നത്? റീസൺ പറയൂ. കാരണം ഞാൻ വളരെ പച്ചയായിട്ടാണ് സാർ ഇവിടെ നിൽക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതേപോലെ തന്നെയാണ് പറയുന്നത്. അല്ലാണ്ട് ഞാൻ ഫ്രീ ആയിട്ട് ഒരു ആൻസർ വെച്ചോണ്ട് വരുന്നത്. ശില്പ പറയുന്നത് ശില്പ വേറൊരാൾക്ക് വേണ്ടി ശില്പയുടെ പൊസിഷൻ വിട്ട് കളയുന്നതാണ് അല്ലേ? പൊസിഷൻ ഞാൻ പറഞ്ഞു സാർ. മാം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവരെ എടുത്താൽ ഈക്വലി ഡിസേർവിംഗ്, അവരെ എടുത്താൽ ഞാൻ എന്ത് ചെയ്യും? ബിക്കോസ് ഗോട്ട് യുവർ ആൻസർ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വാട്ട് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ചാലഞ്ച് ഫേസിങ് യങ് പീപ്പിൾ ടുഡേ ആൻഡ് ഹൗ ക്യാൻ യു ഓവർകം ദാറ്റ്? എന്താ നിങ്ങളുടെ ജനറേഷനിലുള്ള കുട്ടികൾ ഫേസ് ചെയ്യുന്ന സിഗ്നിഫിക്കൻറ്റ് ചാലഞ്ച്? സെൽഫ് ലവ് ഇല്ല, ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു. അതായത് നമ്മളെപ്പോഴും നമ്മളുമായിട്ടായിരിക്കണം കോമ്പീറ്റ് ചെയ്യാനായിട്ട്, ഒരിക്കലും വേറൊരു ആളുമായിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും വിഷമം മാത്രമേ വരുള്ളൂ. നമ്മളെപ്പോഴും നമ്മളെ തന്നെ ബെറ്റർ ആക്കാനാണ് നോക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കുട്ടികളുമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഇന്ന കഴിവുണ്ടോ, ഞാൻ അത്ര പോരാ, അങ്ങനെ ഉള്ള കമ്പാരിസൺസ് പാടില്ല. What are the various things that are influencing badly the current generation? ഫോൺ കറന്റ് ജനറേഷനെ നല്ലൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇന്റർനെറ്റ് ആൻഡ് എവറിത്തിങ്. പക്ഷേ അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ് ഇപ്പോഴത്തെ കുട്ടികൾ. ഫോൺ വേണ്ടെന്ന് വെക്കാൻ തയ്യാറാണോ? എനിക്ക് ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. തീർച്ചയായും. ഈ റൗണ്ട് കഴിയുമ്പോൾ തൊട്ട് ശില്പ ഫോൺ വേണ്ടെന്ന് വെക്കുവാണ്. വേണ്ടെന്ന് വെക്കുവാണെന്നല്ല സാർ ഞാൻ പറഞ്ഞത്, ജീവിക്കാൻ പറ്റും. ഒരു ടൈം ലിമിറ്റ് സാർ എനിക്ക് തന്നിട്ടില്ല. അപ്പൊ എനിക്ക് ഫോൺ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റും. എത്രയാണ് ആ ടൈം ലിമിറ്റ് സാർ? ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ 24 hours ഞാൻ ഫോൺ ഇല്ലാണ്ട് സർവൈവ് ചെയ്തു. പിന്നെ ബാക്കി 24 hours എനിക്ക് സർവൈവ് ചെയ്യാവുന്നേ ഉള്ളൂ, ബിക്കോസ് ഞാൻ അതിനോട് യൂസ്ഡ് ആവും. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? ശില്പ പറയുന്നു യങ് ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ ആണ് ഈ ഫോൺ അഡിക്ഷൻ. അതെ, വൺ ഓഫ് ദ whatever it is. അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് നേരം മാറ്റി വെക്കുന്നു. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് സർ. അതായത് നമ്മൾ പോമോഡോറോ ടെക്നിക് എന്ന് പറയില്ല, നമ്മളൊക്കെ 10 മിനിറ്റ് പഠിക്കുന്നു, 5 മിനിറ്റ് റെസ്റ്റ്, 15 മിനിറ്റ്. അതേപോലെ നമുക്ക് ഫോൺ അഡിക്ഷൻ കുറയ്ക്കാം. കുറച്ച് സമയം ഇങ്ങനെ ഫോൺ എടുത്ത് മാറ്റി വെക്കൊക്കെ, ഞാനത് ഫോൺ തൊടില്ല എന്ന് വെക്കും. ശില്പ പറയുന്നത് ശില്പ എല്ലാം ടൈം ബൗണ്ടഡ് ആണ്. ടൈം ബൗണ്ടഡ് ആവുന്ന വളരെ നല്ലൊരു ക്വാളിറ്റി അല്ലേ മാം? നമ്മൾ ടൈമിന് ഭയങ്കര വില ഉള്ളതല്ലേ? അങ്ങനെയല്ല മാം, സ്വഭാവത്തിന്റെ അല്ല, നമ്മൾ കാര്യങ്ങൾ സമയത്തിനനുസരിച്ച് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് സമയം ഫോൺ വേണ്ട, കുറച്ച് സമയം ഫോൺ വേണം. അത് പൊമോഡോറോ ടെക്നിക് മാം. പഠിക്കാനായിട്ട് നമ്മൾ ഇപ്പോഴത്തെ പിള്ളേർ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, കാരണം ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ട്. അതേപോലെ ഫോണിനും വാച്ച് ഉണ്ടല്ലോ സാർ. നമ്മൾ ഇപ്പൊ എന്റെ കയ്യിലില്ല, അതുകൊണ്ട് ഫോൺ തന്നെ വേണമെന്നില്ലല്ലോ സാർ സമയം നോക്കാൻ. വാച്ച് ഉപയോഗിക്കാൻ സാർ. എന്റെ വീട്ടിൽ വാച്ച് ഉണ്ട്, ഞാൻ വാച്ച് കെട്ടിക്കൊണ്ടുവരും. സൂര്യനെ വെച്ച് വേണമെങ്കിലും. പണ്ടത്തെ ആൾക്കാരൊക്കെ വാച്ചും ഈ ഫോണൊക്കെ വെച്ചിട്ടാണോ സാർ സമയം നോക്കിക്കൊണ്ടിരുന്നത്? ഉറപ്പായിട്ടും പണ്ടത്തെ ആൾക്കാര്
ഒന്ന് നടക്കൂ. നടക്കാം നടക്കാം നടക്കാം, ഒരു മിനിറ്റ്. റൗണ്ടാ. ഒരു റാമ്പ് വാക്ക് തന്നെ ആയിക്കോട്ടെ. അതെ. ഒറ്റക്കാലില്. ഒറ്റക്കാലില്. ഓക്കെ ശില്പ, താങ്ക് യു. ശില്പ, ഈ ലോകത്ത് ശില്പയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഈ ലോകത്തിൽ ശില്പയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സെൽഫ് ഡൗട്ട്. വൈ? ബിക്കോസ് സെൽഫ് ഡൗട്ട് കാരണം പലരും പലരുടെ ഒറിജിനൽ പൊട്ടൻഷ്യൽ ഒന്നും പുറത്തെടുക്കുന്നില്ല സാർ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഭയങ്കര കഴിവുള്ള പിള്ളേരാണ്, പക്ഷെ അവർക്ക് ഡൗട്ടാണ്, അയ്യോ ഞാനത് ചെയ്താൽ ശരിയാകുമോ. താങ്ക് യു. വി ഗോട്ട് യുവർ ആൻസർ. താങ്ക് യു ശില്പ.